ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു നോട്ടിഫിക്കേഷൻ കുറിച്ചാണ്. അതായത് 𝗘𝗏𝗃𝗃 പുതിയ വിജ്ഞാപന പ്രകാരം വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. ലെക്ചർ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ലെക്ചർ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജുകളിൽ വരുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിൻ്റെ കാറ്റഗറി നമ്പർ വന്നേക്കുന്നത് 237/2023 ആണ്. ഇതിൻ്റെ കാറ്റഗറി വന്നേക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് BTech കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTech കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണെന്ന് പറഞ്ഞാൽ പോലും BE കെമിക്കൽ എഞ്ചിനീയറിംഗും ഇതിൻ്റെ ഇക്വലൻ്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം BE കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് AICTE സ്കെയിലാണ് പറയുന്നത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് 2 ആണ്. ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് 20 to 39 ആണ് പറയുന്നത്. ഏജ് ലിമിറ്റ് 20, 20 to 39. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 18/10/2023 ആണ്. ഒക്ടോബർ 18 വരെ ഇത് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യുക. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ 18/10/2023 മുമ്പ് തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ലാസ്റ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ലാസ്റ്റ് എക്സാമിൽ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് എക്സാം നടന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 507/2013 ആണ്. അത് 2013 ഇതിൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ കാറ്റഗറി പ്രകാരം നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അത് 507/2013 ആണ് മെൻഷൻ ചെയ്തിരിക്കുന്ന കാറ്റഗറി നമ്പർ. ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നടന്നത് 2015 2013 വിളിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാം നടന്നത് 2015 ഇനി അതിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം നടന്ന് അതിൻ്റെ കട്ട് ഓഫ് വന്നത് 33.33 ആണ് മാർക്കാണ് കട്ട് ഓഫായിട്ട് വന്നത്. മാക്സിമം മാർക്ക് നേടിയ ആളെന്ന് പറയുന്നത് 36.67 ആയിരുന്നു. ഇനി ഈ ഒരു ലാസ്റ്റ് എക്സാമിൻ്റെ ടോട്ടൽ അഡ്വൈസ് വന്നത് 8 ആണ്. ഓക്കെ, ലാസ്റ്റ് എക്സാമിൻ്റെ അഡ്വൈസ് നടന്നത് 8 ആയിരുന്നു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു സിലബസ് ഡീറ്റെയിൽസ് നോക്കാം. മെയിനായിട്ട് ഇത് നമുക്ക് 3 ആയിട്ട് ഈ സിലബസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ആണ് വരുന്നത്, പിന്നെ ടെക്നിക്കൽ മാത്സ് വരുന്നുണ്ട്, പിന്നെ ഈ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. അതായത് കെമിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെച്ചാൽ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ്. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് സബ്ജക്ട്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ടെക്നിക്കൽ മാത്സ് നോക്കാം. ടെക്നിക്കൽ മാത്സിനകത്ത് വരുന്നത് മെട്രിസസ് വരുന്നുണ്ട്, ഡിറ്റർമിനൻസ് വരുന്നുണ്ട്, ബൈനോമിയൽ സീരീസ് വരുന്നുണ്ട്, ട്രിഗണോമെട്രി വരുന്നുണ്ട്, കോർഡിനേറ്റ് ജോമെട്രി വരുന്നുണ്ട്, ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്, ഇൻറ്റഗ്രേഷൻ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കൽ മാത്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 𝗘𝗏𝗃𝗃 സൈറ്റിൽ തന്നെ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ PDF-ൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ ടോപ്പിക്കുകളിൽ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്നത് പാർട്ടിക്കിൾ ടെക്നോളജി വരുന്നുണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് വരുന്നുണ്ട്, സ്റ്റോഷിയോമെട്രിക് വരുന്നുണ്ട്, ഫ്യൂവൽസ് ആൻഡ് കമ്പഷൻ വരുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നുണ്ട്, മാസ് ട്രാൻസ്ഫർ വരുന്നുണ്ട്, കെമിക്കൽ ടെക്നോളജി വരുന്നുണ്ട്, പോളിമർ ടെക്നോളജി വരുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് സിലബസിനകത്ത് നിങ്ങൾക്ക് സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ടി വരിക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ആ സിലബസിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളൊരു ഒരു ഓർഡറിലും ഒരു ഡിസിപ്ലിൻഡും ആയിട്ട് ഇന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ഈ ഒരു ക്വാളിഫൈ എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ റാങ്ക് ലിസ്റ്റ് ഇടം നേടുക എന്നുള്ളതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ വേണ്ടി നിങ്ങൾക്കിത് സാധിക്കുന്ന ഒരു എക്സാം തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക, അതൊരു സിസ്റ്റമാറ്റിക് വേയിൽ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്കിത് റാങ്ക് ലിസ്റ്റിൽ എത്താവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഈ ഒരു പോസ്റ്റിൽ നമുക്ക് എങ്ങനെ പഠിച്ചാൽ നമുക്കിത് ഈ ഒരു എക്സാം നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും,
അതുപോലെ തന്നെ ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംശയങ്ങളിലെല്ലാം ഉത്തരമെന്ന രീതിയിൽ ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി ഒരുക്കുന്നുണ്ട്. ആ ഫ്രീ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഫോമുണ്ട്. ആ ഫോം ഫിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു ഫോം എല്ലാവരും ഉടനെ തന്നെ ഫിൽ ചെയ്യുക. നമ്മൾ വെബിനാറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.